കെയ്ൻ വില്യംസൺ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ക്രിക്കറ്റ് അറിയുന്നവർക്ക്, ക്രിക്കറ്റ് എപ്പോഴെങ്കിലും കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലൊരു ഒരു ചിരിച്ച മുഖം എപ്പോഴും ഉണ്ടാവും. അതായത് ഇത്രയ്ക്കും കൂടുതൽ എന്താ പറയുക, ഒരു സൗമ്യനായ മനുഷ്യൻ, സൗമ്യനായ ലെജൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എനിക്ക് പേഴ്സണലി എപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ ഒരു പ്ലെയർ തീരെ ഡെക്കറേറ്റഡ് അല്ല എന്നുള്ളതാണ്. ഡെക്കറേഷൻ ഇൻ ദ സെൻസ് ഇത്രയ്ക്കും വലിയൊരു പ്ലെയർ ആയിട്ട് ഡെക്കറേഷനേ ഉണ്ടായിട്ടില്ല ഈ പുള്ളിക്ക്. ഇദ്ദേഹത്തെ ഒരു സ്റ്റാർ ആക്കി കാണിക്കും, ഒരു ഹീറോ ആക്കി കാണിക്കുന്ന സാധനമൊന്നും എവിടെ ഉണ്ടായിട്ടില്ല. കെയ്ൻ വില്യംസൺ വന്നിട്ടുണ്ടെങ്കിൽ നല്ല റൺസ് അടിക്കും, കെയ്ൻ വില്യംസൺ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് പറയുക, ഒരു ടീം രക്ഷപ്പെടും എന്നൊക്കെ പറയുന്ന കോമൻട്രി അല്ലാതെ, അതിപ്പോൾ കോമൻറ്റേറ്റേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ആരാധകർ എന്ന് പറയുന്ന ആൾക്കാരാണെങ്കിൽ കൂടെ നമ്മൾ എന്തുകൊണ്ട് ആളെ ഡെക്കറേറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ റിട്ടയർ ചെയ്ത സമയത്ത്, ഇപ്പോൾ റിട്ടയർമെൻറ്റ് അദ്ദേഹം അനൗൺസ് ചെയ്ത സമയത്ത് പെട്ടെന്ന് കുറേ പേര് സ്റ്റേറ്റസ് ഇടുന്നു, അദ്ദേഹത്തെ കുറിച്ച് എന്തൊക്കെയോ പറയുന്നു. പക്ഷെ എന്നാലും ഞാൻ ആലോചിക്കുകയാണ്, ഒരു ലെജൻഡ് പോണ്ട പോലെയാണോ അദ്ദേഹം പോയെന്നുള്ളത്. കാരണം എന്താ പറയുക, ഈ ഫാബുലസ് 4 എന്ന് പറയുന്ന കൂട്ടത്തിലാണ് കെയ്ൻ വില്യംസൺ വരുന്നത്. ഇപ്പം അതിൽ വിരാട് കോഹ്ലി, ജോ റൂട്ട്, കെയ്ൻ വില്യംസൺ, സ്റ്റീവ് സ്മിത്ത്, ഇവർ 4 പേരുമാണ് ഈ ഫാബ് 4 എന്ന് പറയുന്നത്. വിരാട് കോഹ്ലി ഒരു 100 അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ലോകം മുഴുവൻ സെലിബ്രേറ്റ് ചെയ്യും. ജോ റൂട്ട് ഒരു 100 അടിക്കാന്ന് വിചാരിക്കുക, ഞാൻ എക്സാമ്പിൾസ് ആണ് പറയുന്നത്. ജോ റൂട്ട് ഒരു 100 അടിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡ് അത് അതുപോലെ വല്ലാണ്ട് കൂടെ ഹൈപ്പ് ചെയ്യും. ഹൈപ്പ് ചെയ്യുന്നല്ല, നല്ല പ്ലെയർ ആണ്, ഹൈപ്പ് എന്നുള്ള വാക്ക് തെറ്റിപ്പോയി. അപ്പോൾ അങ്ങനെ ചെയ്യും. സ്റ്റീവ് സ്മിത്ത് ആണെങ്കിലും ഓസ്ട്രേലിയൻ ആയതുകൊണ്ട് അതിന് വലിയൊരു വാല്യൂ ആണ്. പക്ഷെ എന്തുകൊണ്ടോ കെയ്ൻ വില്യംസൺ ഒരു 100 അടിക്കുമ്പോഴൊന്നും അങ്ങനെ ഒരു സെലിബ്രേഷനോ, അല്ലെങ്കിൽ പിന്നെ കെയ്ൻ വില്യംസൺ അല്ലേ, അദ്ദേഹം 100 അടിക്കാനുള്ള ഒരാളാണ്, അടിച്ചിട്ട് പോട്ടെ എന്നുള്ളൊരു സംഭവമേ നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളൂ. ഇദ്ദേഹം ശരിക്കും സീനിലേക്ക് വരുന്നത് അണ്ടർ 19 വേൾഡ് കപ്പിലാണ്. അണ്ടർ 19 വേൾഡ് കപ്പിൽ ഇദ്ദേഹം വിരാട് കോഹ്ലിയുടെ സെയിം ടൈമിലാണ് കളിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് വിരാട് കോഹ്ലി ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനും കെയ്ൻ വില്യംസൺ ന്യൂസിലാൻഡ് ക്യാപ്റ്റനായിരുന്നു. സെമി ഫൈനലിൽ ഇന്ത്യ ന്യൂസിലാൻഡ് ആയിരുന്നു വന്നത്. ഇതിൽ രസമുള്ളൊരു ട്രിവ്യ ഉണ്ട്. വിരാട് കോഹ്ലി കെയ്ൻ വില്യംസൺ ഔട്ടാക്കിയിട്ടുണ്ട്. അതായത് വിരാട് കോഹ്ലി എറിയാൻ വരുന്നു, വൈഡാണ് പോയത്. ശ്രീയസ് ഗോസ്വാമി ആയിരുന്നു കീപ്പർ. അദ്ദേഹം സൈഡിൽ പോയി എടുത്ത് വൈഡായിരുന്നു, അത് പിടിച്ച് സ്റ്റംപ് ചെയ്തു. കെയ്ൻ വില്യംസന്റെ വിക്കറ്റ് ഒരിക്കലും വിരാട് കോഹ്ലി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതിൽ ന്യൂസിലാൻഡ് തോറ്റു, ഇന്ത്യ ഫൈനലിൽ പോയി, ഇന്ത്യ ജയിച്ചത് വേറെ. പക്ഷേ അദ്ദേഹം അണ്ടർ 19 വേൾഡ് കപ്പിലും അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി തെളിയിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം സെമി ഫൈനലിൽ വന്നു, ടീം സെമി ഫൈനലിൽ വന്നു. ഈ ഒരു സെമി ഫൈനലിൽ ഉണ്ടായിരുന്നത് ശരിക്കും നോക്കുകയാണെങ്കിൽ ആ കുറേ ലെജൻസ് ആ ടീമിലുണ്ടായിരുന്നു. ഇന്ത്യയിലാണെങ്കിൽ വിരാട് കോഹ്ലി, അതേപോലെ തന്നെ രവീന്ദ്ര ജഡേജ കുറേ വർഷം കളിച്ചു. അതേപോലെ തന്നെ ന്യൂസിലാൻഡിലും ടിം സൗത്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ കുറേ നാൾ കളിച്ചതാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്നതിലും കെയ്ൻ വില്യംസിന് വല്ലാത്തൊരു കൈയുണ്ട്. ഞാൻ പറഞ്ഞ ഈ പറയുന്ന ടിം സൗത്തിയുടെ കാര്യമൊക്കെയാണ്. ഇദ്ദേഹം അണ്ടർ 19 നന്നായിട്ട് പെർഫോം ചെയ്യുന്നു, സെമി ഫൈനലിൽ പുറത്താവുന്നു. അതിനുശേഷം ഇദ്ദേഹം ഇന്റർനാഷണൽ ക്രിക്കറ്റിലേക്ക് വരുമ്പോഴും അധികം ഒച്ചയും ബഹളം ഉണ്ടാവുന്നില്ല. എനിക്ക് അതാണ് എൻ്റെ, ഇപ്പോൾ സ്റ്റീവ് സ്മിത്ത് വരുന്നതിന് മുമ്പ് സ്റ്റീവ് സ്മിത്തിനെ പോലെ ഒരു വലിയ പ്ലെയർ വരുന്നു എന്ന് നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. ജോ റൂട്ടിനെ കുറിച്ച് അതുണ്ട്. വിരാട് കോഹ്ലി വരുമ്പോഴേ നമുക്കറിയാം, നമ്മൾ ഇന്ത്യൻസ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ കെയ്ൻ വില്യംസൺ വരുന്നത് അദ്ദേഹത്തിന് കുറച്ച് ഇന്നിങ്സ് കഴിഞ്ഞപ്പോഴാണ്, ഇത് ഇങ്ങനത്തെ ഒരു പ്ലെയർ ഉണ്ടല്ലേ, എന്നിട്ട് പിന്നെ അദ്ദേഹം ഫാബ് 4ലേക്ക് പോകുന്നു. ആദ്യത്തെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ന്യൂസിലാൻഡ് വന്നത് ഓർമ്മയുണ്ടോ? അതും ആദ്യമായിട്ട് ജയിച്ചത് ന്യൂസിലാൻഡാണ്. ആദ്യത്തത് ജയിച്ചത് ന്യൂസിലാൻഡാണ്. അതും കെയ്ൻ വില്യംസൺ ആയിരുന്നു ക്യാപ്റ്റൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി എന്ന് പറയുന്നതും വളരെ അണ്ടർ റേറ്റഡ് ആണ്. അദ്ദേഹത്തിന് കുറേ കൂടെ പേര് കൊടുക്കണമായിരുന്നു. അതിനുശേഷം ന്യൂസിലാൻഡ് ആദ്യമായിട്ട് വേൾഡ് കപ്പ് ഫൈനലിൽ എത്തുന്നത്, വൺ ഡേയിൽ വേൾഡ് കപ്പ് ഫൈനലിൽ എത്തുന്നതും കെയ്ൻ വില്യംസൺ ആണ്. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഒരുമാതിരി ഒരു ഫൈനലായിപ്പോയത്. ഇത്രയ്ക്കും അതിന് മോശം ഫൈനലിൽ നിന്നോ നല്ല ഫൈനലിൽ നിന്നോ ആകപ്പെടെ വിഷമം ഉണ്ടാക്കിയ ഒരു ഫൈനൽ എന്നൊക്കെ പറയുന്നത്, അത്രയ്ക്കും അങ്ങനത്തെ ഒരു ഫൈനൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് വേൾഡ് കപ്പിൽ. അതിൽ ബൗണ്ടറി കൗണ്ട് അനുസരിച്ചിട്ട് ലാസ്റ്റ് ജയിച്ചതും ഇംഗ്ലണ്ടാണ്. പക്ഷേ അപ്പോഴും ഫൈനലിൽ കെയ്ൻ വില്യംസൺ എത്തിക്കുന്നുണ്ട്. ഇതൊന്നും കാര്യമായിട്ട് എവിടെയും വരുന്നില്ല, ആരും പറഞ്ഞ് കേൾക്കുന്നില്ല, സെലിബ്രേറ്റ് ചെയ്യുന്നില്ല, ഡെക്കറേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അദ്ദേഹം ജയിക്കുന്നു. ഈ വേൾഡ് കപ്പിൽ വേറൊരു രസമുള്ള സംഭവം കൂടിയുണ്ട്. ഓർമ്മയുണ്ടോയെന്നറിയില്ല. ഇപ്പോൾ ന്യൂസിലാൻഡ് ഇംഗ്ലണ്ട് ഫൈനൽ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പ്രസൻറ്റേഷൻ സെറിമണിയിൽ ടീമുകൾ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. അപ്പോഴാണ് പ്ലെയർ ഓഫ് ദ സീരീസിനെ അനൗൺസ് ചെയ്യുന്നത്. പ്ലെയർ ഓഫ് ദ സീരീസ് കെയ്ൻ വില്യംസൺ എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കൊരു ഞെട്ടലുണ്ട്, ജെന്യുവൻ ഞെട്ടൽ. കാരണം അത് അങ്ങനെ ക്യാമറ വയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാനാണോ പ്ലെയർ ഓഫ് ദ സീരീസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോകുന്നത്. അത് ആ സമയത്ത് കോമൻറ്റേറ്റർ പറയുന്നുണ്ട്, പുള്ളിക്ക് അതുപോലും വലിയ ബോധമില്ല. അതിനെക്കുറിച്ച് കൺസേൺഡ് അല്ല, ബോധമില്ല എന്നല്ല, കൺസേൺഡ് അല്ല തീരെ. അദ്ദേഹം അത് വളരെ ഗ്രേസ്ഫുള്ളി ആക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം പുള്ളിക്ക് അറിയില്ല, പുള്ളി കളിക്കുന്നു, പോകുന്നു, ടീമിനെ ലീഡ് ചെയ്യുന്നു എന്ന് മാത്രം. ഈ വേൾഡ് കപ്പ് തോറ്റ സമയത്തും അല്ലെങ്കിൽ ഫൈനൽ തോറ്റ സമയത്തും ഇദ്ദേഹം ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ മുഖം ഡൗൺ ആയിട്ടില്ല. ഒരു ചെറിയ ചിരി, അതായത് ഇതൊക്കെ ക്രിക്കറ്റിൻ്റെ ഭാഗമാണ്, ക്രിക്കറ്റിൽ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു തിരിച്ചറിവിൻ്റെയോ അദ്ദേഹത്തിൻ്റെ പക്വതയുടെയോ അല്ലെങ്കിൽ ഒരുപാട് സെലിബ്രേഷൻസ് ഇഷ്ടമല്ലാത്ത ഒരാളും കൂടിയായിരിക്കും. ഒരു പക്ഷേ കെയ്ൻ വില്യംസനെ കമ്പയർ ചെയ്യണമെങ്കിൽ കുറേയൊക്കെ നമുക്ക് രാഹുൽ ദ്രാവിഡായിട്ട് കമ്പയർ ചെയ്യാം. രാഹുൽ ദ്രാവിഡിൻ്റെ ഒരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിക്കറ്റിന് ഇത്രയും ഡോമിനൻസ് ഉള്ള ഇന്ത്യ എന്നുള്ള രാജ്യത്ത് ജനിച്ചതുകൊണ്ട് നമ്മൾ വേണ്ടത്ര പേരും പ്രശസ്തിയും അല്ലെങ്കിൽ എല്ലാം അദ്ദേഹത്തിൻ്റെ കഴിവിനനുസരിച്ച് നമ്മൾ കുറേ അധികം ഇന്ത്യൻസ് അദ്ദേഹത്തെ നല്ല സപ്പോർട്ട് ചെയ്തു, സെലിബ്രേറ്റ് ചെയ്തു. പക്ഷേ കെയ്ൻ വില്യംസൺ അത് ഉണ്ടായില്ല എന്നുള്ള കാര്യം എനിക്ക് വീണ്ടും ആലോചിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണെന്നറിയില്ല.
ഞാൻ എപ്പോഴും ഒരു സ്റ്റേറ്റസ്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്റ്റേറ്റസ് കണ്ടതാണ്, ഹേറ്റേഴ്സ് ഇല്ലാത്ത ക്രിക്കറ്റ് പ്ലെയർ എന്ന്. അതൊരു വലിയ സത്യമാണ്. അദ്ദേഹത്തിന് ഹേറ്റേഴ്സ് ഉണ്ടാവാൻ, അദ്ദേഹത്തിന് ഹെയ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. കറക്റ്റ്, ഹേറ്റേഴ്സ് ഇല്ല. പക്ഷേ ഹേറ്റേഴ്സ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും അത്രയ്ക്കൊരു സെലിബ്രേഷൻ ഉണ്ടായിട്ടില്ല. ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത്, അദ്ദേഹം വളരെ നിശബ്ദനായിട്ട് വന്നു, വളരെ നിശബ്ദനായിട്ട് സെനാറിയോ വിട്ടുപോയി, ഇന്റർനാഷണൽ ക്രിക്കറ്റ് വിട്ടുപോയി. അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് മാച്ച് എന്ന് പറയുന്നത് ലോർഡ്സിൻ്റെ പിച്ചുമായിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അതിൽ കാര്യമായിട്ട് സ്കോർ ചെയ്യാനും പറ്റിയില്ല. അദ്ദേഹം തിരിച്ചു പോകുന്നത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞ ഒരു ക്രിക്കറ്റ് ഫാൻ അല്ലെങ്കിൽ കെയ്ൻ വില്യംസൺ ഫാൻ എന്നുള്ള നിലയ്ക്ക് നമുക്കൊരു ചെറിയൊരു സങ്കടം അടിക്കും. ആരോടും ഒന്നൊരു കംപ്ലൈൻറ്റും ഇല്ല, മിണ്ടാതെ പോകുന്നു. അദ്ദേഹം പറയുന്നത് ക്രിക്കറ്റുമായിട്ട് ഞാൻ വീണ്ടും നിൽക്കും, ഇപ്പോൾ IPL കോച്ചൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടെ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ഇനി നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. ഒരു പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയും കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ കൗണ്ടി മാച്ചസ് അങ്ങനെ പുള്ളി കളിക്കേണ്ടി വരും. കാരണം IPL ഇപ്പോൾ പ്ലെയർ ആയിട്ടല്ല, കോച്ചായിട്ടാണുള്ളത്. വളരെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ജയിപ്പിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടമൊരു പ്ലെയർ ആവുന്നു, വളരെയധികം റെസ്പെക്റ്റ് നേടി. അത് ഞാൻ പറയില്ല, അദ്ദേഹം വളരെയധികം റെസ്പെക്റ്റ് നേടി, അത് പറയാൻ പറ്റും. കാരണം സെലിബ്രേറ്റ് ചെയ്തില്ലെങ്കിലും ഏതൊരു ക്രിക്കറ്റ് പ്ലെയർക്ക്, ഏതൊരു ക്രിക്കറ്റ് ഫാനിനും വല്ലാത്തൊരു ഇഷ്ടം. അദ്ദേഹത്തെ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം ഒരുപാട് റെസ്പെക്റ്റ് നേടിയിട്ടുണ്ട്, അതില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാൽ കൂടെ അദ്ദേഹം ഒരു നല്ലൊരു സെൻഡ് ഓഫ് മാച്ച് അർഹിച്ചിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിനൊരു ലാപ്പ് ഓഫ് ഓണർ കൊടുക്കുന്നില്ല, വിഷമമുണ്ടാ കാര്യത്തിൽ. പക്ഷേ ക്രിക്കറ്റിന് നൽകിയ സംഭാവനകൾ എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും വലിയ കോൺട്രിബ്യൂഷൻസ് തന്ന ഒരു ലെജൻഡ് പോകുമ്പോൾ ഇങ്ങനെയല്ല പോകേണ്ടിയിരുന്നത്. പക്ഷേ ആകെ കൊടുക്കാൻ പറ്റുന്നത് ഒരു സല്യൂട്ടാണ്, അത് മനസ്സിൻ്റെ ഭാഷയിൽ. അത് മാത്രമേ ഉള്ളൂ കൊടുക്കാൻ നമുക്കിപ്പോൾ.